അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ ഇടയിലുള്ള എല്ലാവരും 99% ആൾക്കാരും എന്തുണ്ടാവും, പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും കുറച്ച് സമ്പത്തും കുറച്ച് സ്ഥാനമാനം, നമ്മൾ ഉയർന്ന എന്താ പറയണ്ട അധികാരത്തിലെത്തിയാൽ നമുക്ക് സമാധാനം ഉണ്ടാകും. പക്ഷേ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. പാവപ്പെട്ടവർക്കാണെങ്കിൽ പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളിലൊക്കെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദുആ പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. ആ ഒരു ദുആ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ടെൻഷനുകളും എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. അത് എൻ്റെ അനുഭവത്തിലുള്ളതാണ് കേട്ടോ. എന്ത് പ്രയാസം വരുമ്പോഴും ഞാൻ ചൊല്ലുന്ന ഒരു ദുആയാണ് ഇത്. ഇത് കാണാപ്പാഠം പഠിച്ചു വെച്ചാൽ നമുക്കത് വലിയ നല്ലൊരു എന്താ പറയണ്ടേ, ഒരു ആശ്വാസമാകുന്ന ഒരു ദുആയാണിത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഏതാണ് ആ ദുആ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു ദുആയാണ് ദുആഉൽ കർബ് എന്ന് പറയുന്നത്. അമൂല്യമായ ഒരു ദിക്റാണ്, ഒരു ദുആയാണ് ഇത്. നമ്മളെ കയ്യിൽ വെച്ചുകൊണ്ട് നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത്ര വില കൽപ്പിക്കില്ല. പക്ഷേ അത്രയും മഹത്വമേറിയ ഒരു ദുആയാണ് ദുആഉൽ കർബ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ദുആ ഒന്ന് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം എന്നാണ്. ഇത്രയും സ്ലോ ആയിട്ട് ഞാൻ ഓതിയത്. അറിയാത്തവർക്കാണെങ്കിൽ അധികവർക്കും അറബി വായിക്കാൻ അറിയാത്തവരായിരിക്കും. അത് കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, ഓരോ സാഹചര്യത്തിൽ അങ്ങനെ ആയിപ്പോയതാണ്. കാരണം ആദ്യമൊക്കെ ഇത്ര വിദ്യാഭ്യാസമൊന്നും ആരും അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല, മദ്രസയായാലും സ്കൂളായാലും. അപ്പം അവർക്കൊന്നും കൂടുതൽ അറബി അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും സ്ലോ ആക്കിയിട്ട് വായിച്ച് തന്നത് നിങ്ങൾക്ക്. അപ്പം ഈ ഒരു ദുആ എന്ന് പറയുന്നത്, ദുആഉൽ കർബ് എന്ന് പറയുന്ന ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് പ്രയാസം വന്നാലും ചൊല്ലുന്ന ഒരു ദുആയാണ്, ഒരു ദിക്റാണ് ഈ ഒരു ദുആഉൽ കർബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധികളിൽ പെട്ടാലും നമ്മൾ ഈ ഒരു ദുആ അല്ലെങ്കിൽ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ പതിവാക്കി കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കൊണ്ട് ഈ ഒരു ദുആഉൽ കർബ് ഉണ്ടാവും. അപ്പോൾ അത്രയും മഹത്വമേറിയ അത്രയും അമൂല്യമായ ഒരു ദിക്റാണ് ഈ ഒരു ദുആഉൽ കർബ് എന്ന് പറയുന്നത്. ഈ ലോകത്ത് തന്നെ വെച്ചിട്ട് അത്രയും പ്രയാസം അനുഭവിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പം ആ ഒരു നബി ചെയ്തിരുന്ന ഒരു ദുആയാണ്. എന്ത് പ്രതിസന്ധികൾ വന്നാലും എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും ഈ ഒരു ദുആയാണ് ചൊല്ലാറുള്ളത്. നമുക്ക് വരുന്ന എന്ത് പ്രയാസമായാലും എന്ത് ബുദ്ധിമുട്ടായാലും നമ്മളെ അവിടെ തളർന്നു പോവരുത്. നമ്മുടെ ഇടയിൽ നമ്മളെ കയ്യിൽ ഓരോ അമൂല്യ ദിക്റുകളും ദുആകളും ഖുർആനും ആയത്തുകളും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചൊല്ലിക്കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി കാണുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇതിനു മുമ്പ് ഞാൻ ദുആഉൽ കർബിൻ്റെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥവും ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.